എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നാളത്തെ ദിവസത്തെ ട്രേഡിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഷെയറുകളാണ് ഇന്ന് സ്ക്രീനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 14 ഷെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഷെയർ മാത്രം നാളെ ഇന്നത്തെ ദിവസത്തെ ആവറേജ്, അതായത് ഈ 1091 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങിയാൽ ചാൻസ് എടുക്കാവുന്ന ഈ കിർലോസ്കർ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഷെയർ. ഇന്നും ഇതിനകത്ത് മൂവ്മെൻറ്റ് ഹെവി ആയിരുന്നു. അപ്പോൾ നാളെ പക്ഷേങ്കിൽ ഇത് ഇന്നത്തെ എൻ്റെ കൂട്ട് മൂവ്മെൻറ്റ് ഹെവി ആകാൻ ചാൻസ് ഇല്ല. ഈ റേഞ്ചിൽ നിന്ന് താഴെ പോകാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ നാളെ ഈ ഷെയർ പ്രത്യേകം ശ്രദ്ധിക്കുക, കിർലോസ്കർ ബ്രദേഴ്സ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു ഷെയറാണ് ഈ വെസ്റ്റ് ലൈഫ് എന്ന് പറയുന്നൊരു ഷെയർ. ഈ ഷെയർ ഞാൻ പറയുന്നത് ബൈയിങ് ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഷെയറിൻ്റെ ക്ലോസിങ് 795 ആണ്. ഓപ്പണിങ്ങിൽ ഇത് ചിലപ്പോൾ കുറച്ച് ഇറങ്ങി വന്ന് ഈ ആവറേജ് ലെവലിൽ, അത് ഈ 773, 770 അല്ലെ 765 റേഞ്ചൊക്കെ വന്നിട്ട് തിരിച്ച് ഈ ലെവലിന് മുകളിലോട്ട് കയറിയാൽ ഇത് നല്ലൊരു ബൈയിങ്, ഈ ഹൈ തിരിച്ച് വന്ന് അടിച്ച് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേങ്കിൽ ഈ റേഞ്ച് വന്നെങ്കിൽ മാത്രമേ ബൈ ചെയ്യാവൂ. ഈ റേഞ്ച് വന്നിട്ട് തിരിച്ച് കയറിയെങ്കിൽ, അതല്ല ഈ റേഞ്ച് ടച്ച് ചെയ്തിട്ട് കയറുവാണെങ്കിൽ മാത്രമേ ഈ വെസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന ഷെയർ ബൈ ചെയ്യാവൂ. ഓപ്പണിങ്ങിൽ ചിലപ്പോൾ 800, 810 അങ്ങനെയൊക്കെ ഓപ്പണിങ് ഹൈ ഓപ്പണിംഗ് ആണെങ്കിൽ നമ്മൾ എൻട്രി എടുക്കണ്ട, വിട്ടേക്കുക. പിന്നീട് നമുക്ക് ഈ അസ്റ്റക് ലൈഫ് എന്ന് പറയുന്ന ഷെയർ, അത് ഒന്നുകിൽ ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെന്ന് കണ്ട നമുക്ക് ചാൻസ് എടുക്കാം. അതല്ല എങ്കിൽ പിന്നെ R1 റേഞ്ചിലോട്ട് നോക്കിയാൽ കണ്ടിന്യൂസ് ഇറങ്ങി വന്നിരുന്നൊരു ഷെയറാണ്. അപ്പം അധികം വെച്ചുകൊണ്ടിരിക്കരുത്, നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ എൻട്രി എടുത്ത് മാറുക. പിന്നെ ഈ CGCL കാപ്രി ഗ്ലോബൽ എന്ന് പറയുന്ന ഷെയർ, അത് 70 മൈനസ് കാണിക്കുന്നെങ്കിലും ആക്ച്വൽ അത് വന്നിട്ട് 20% അപ്പാണ്. അത് സ്പ്ലിറ്റായ ഷെയറാണ്. അത് പിന്നെ സ്പ്ലിറ്റും ബോണസും കൂടെ ചേർന്നിട്ടാണ് ആ ഷെയർ കിടക്കുന്നത്. അപ്പോൾ ഈ ഷെയർ ഈ 300, 311 മുകളിലൊക്കെ പോയിട്ട് തിരിച്ച് ഇറങ്ങുന്നുണ്ടാ നല്ലൊരു ചാൻസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ട്രേഡ് എടുക്കാൻ. ഒരു ഷെയറിനകത്തൊരു ഹെവി മൂവ്മെൻ്റ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ ഒരു ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ചിലപ്പം ഈ റേഞ്ച് വന്നിടത്തുനിന്ന് ഹെവി മൂവ്മെൻറ്റ് മുകളിലോട്ടും താഴോട്ടും കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത് 1-2 രൂപ താഴെ നമ്മൾ സെല്ല് ചെയ്താലും കുഴപ്പമില്ല. ഞാനീ പറയുന്ന എല്ലാം ഷോർട്ട് സെല്ലിംഗ് ആണ്. പുതിയതായിട്ട് കേൾക്കുന്നവരത് മനസ്സിലാക്കിക്കണം. ഞാനെങ്ങനെ ട്രേഡ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു രീതി ഞാൻ ഈ വീഡിയോയുടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങൾ കണ്ട് പഠിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ട്രേഡ് എടുക്കാവൂ. പിന്നീട് വന്നിട്ട് ഈ PNB ഗിൽസ് എന്ന് പറയുന്ന ഈ ഷെയർ, അതും പ്രീവിയസ് ഡേ ഹൈ, ഇന്നത്തെ ഹൈയും R1 ഒക്കെ ഏകദേശം അടുത്തടുത്ത. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ R1ഉം പ്രീവിയസ് ഡേ ഹൈയും അടുത്തടുത്താണെങ്കിൽ അത് രണ്ടും ഒരു പ്രാവശ്യം വന്ന് അതിൻ്റെ രണ്ടിൻ്റെ മുകളിൽ ഷെയർ കയറിയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ കൺട്രോൾ പ്രിൻറ്റും വോളിയം കുറച്ച് കുറവാണ്. 1,90,000 കാണിക്കുന്നുള്ളൂ. എന്നാലും 1000 മുകളിൽ പോയിട്ട് 1392 പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ലത്. അതല്ല 1000 മുകളിൽ പോയിട്ട് 1999 താഴോട്ട് ട്രേഡ് എടുക്കുന്നുണ്ട് നമുക്ക് സെല്ല് ചെയ്ത് ചാൻസ് എടുക്കാം. അതുപോലെ ജൂബിലൻ ഫാർമയും ഈ ഹൈ 599, അതായത് 603. അപ്പോൾ ഈ 2 റേഞ്ച് വന്നിട്ട് ഈ 2 റേഞ്ചും പൊട്ടി താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും ഇറങ്ങി വരാൻ. അതുപോലെ ബാക്കിയുള്ള ഷെയറുകളെല്ലാം നമ്മൾ നോർമൽ ചെയ്യുന്ന രീതിയിലാണ്. പ്രീവിയസ് ഡേ ഹൈ, അതായത് ഇന്നത്തെ ഹൈയോ അതല്ല R1, R2, R3 റേഞ്ച് പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നമ്മൾ ചാൻസ് എടുക്കുക. ഏത് റേഞ്ചിൽ നിന്നാണ് ഫസ്റ്റ് തിരിയുന്നത് ആ റേഞ്ചിൽ നിന്ന് നമ്മൾ ചാൻസ് എടുക്കുക. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ഒരു സെല്ലിംഗ് ചാൻസ് തരാൻ സാധ്യതയുള്ളത് കിർലോസ്കർ ബ്രദേഴ്സ് ആയിരിക്കും. അതുപോലെ വെസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന ഷെയർ
ഈ റേഞ്ച് വന്ന് കയറുന്ന ബൈ ആയിരിക്കും ഈ ഷെയറിനകത്തുള്ള. മുകളിൽ ബൈ ചെയ്യരുത്, ഈ റേഞ്ച് വന്നിട്ട് കയറുന്ന മാത്രം ബൈ ചെയ്യുക. ബാക്കി ഞാൻ പറഞ്ഞ ഈ CT എന്ന് പറയുന്ന ഷെയറും അസ്റ്റെക്കും ഒക്കെ CGCL, ജൂബിലൻറ്റ് ഫാർമ ഒക്കെ ഞാൻ പറഞ്ഞ രീതി വരുവാണെങ്കിൽ ചാൻസ് എടുക്കുക. ഇനി നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയറുകൾ ഇത്രയും ഷെയറുകളായിരുന്നു കഴിഞ്ഞ ദിവസം എടുത്തിരുന്നത്. അതിൽ നമുക്ക് ഏകദേശം 7 ഷെയറിനകത്ത് ചാൻസ് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള ഷെയറുകളെല്ലാം ഓൾറെഡി താഴെയായിരുന്നു. നമുക്ക് ചാൻസ് വന്നതൊന്ന് ഗണേഷ് സെക്യൂരിറ്റീസ്, പിന്നെ NIIT, ഈ കിർലോസ്കർ പ്രദേശത്ത് ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ 2-3 റേഞ്ച് ചെയ്യുന്നത് നല്ല രീതിയിൽ ഇറങ്ങുകയും കയറുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഓയിൽ ഇന്ത്യ എന്ന് പറയുന്ന ഷെയർ, പിന്നെ ലോധ എന്ന് പറയുന്ന ഷെയർ നമ്മൾ എടുത്തിട്ടില്ല. ലോധ നമ്മൾ എടുത്തിട്ടില്ല. പിന്നീട് റിക്കോട്ടോ ഈ ഷെയർ, അത് ആവറേജ് എന്ന് താഴെ വന്നപ്പോൾ നമുക്ക് ചാൻസ് ഉണ്ടായിരുന്നു. ഈ ഡാറ്റ പാറ്റേൺസ് ഞാൻ ഇന്നലെ പറഞ്ഞു ഈ റേഞ്ച് വന്നിട്ട് താഴെ, പക്ഷേ ഈ റേഞ്ച് വന്നില്ലത്. 2900 ഈ BCL ഇവിടെ ഇതേ കറക്റ്റ് ടച്ച് ചെയ്തു താഴെ പോയി. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ക്യാനിൽ ഹൈ നോക്കിയാൽ മതി. ഇവിടെ കാണാൻ പറ്റും 2039-85 അവിടെ വന്നിട്ട് ഇറങ്ങിക്കളഞ്ഞു. നമ്മൾ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചിരുന്നു. അവിടെ വന്നിട്ട് എൻട്രി എടുക്കാൻ നല്ലായിരുന്നു. 200 രൂപയ്ക്ക് അടുത്ത് ഇറങ്ങിപ്പോയി ആ ഷെയർ. അതുപോലെ ഗണേഷ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി തിരിച്ചിറങ്ങി. ഈ 150 റേഞ്ചിൽ എൻട്രി എടുത്തായിരുന്നെങ്കിൽ 137 വരെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം NIIT MTS എന്ന് പറയുന്ന ഷെയർ പ്രീവിയസ് ഡേ ഹൈ ജസ്റ്റ് ടച്ച് ചെയ്ത് ഇറങ്ങി. നമ്മൾ ഈ 573 റേഞ്ചിലൊക്കെ എൻട്രി എടുത്താൽ 563, 555 വരെ നല്ല പ്രോഫിറ്റ് അതിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. MOIL എന്ന് പറയുന്ന ഷെയർ അതും ഓപ്പണിങ്സ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒന്ന് നേരെ R1 അടിച്ചു ഇറങ്ങി. ഇത് രണ്ടും അടിച്ചിട്ട് ഇറങ്ങുമായിരുന്നു, നല്ല ചാൻസ് നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ അടിച്ചിറങ്ങിയാൽ നമുക്ക് എൻട്രി എടുക്കാൻ കുഴപ്പമില്ല. 312 എടുത്താൽ 305 വരെ 7 രൂപയ്ക്ക് അടുത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഓയിൽ ഇന്ത്യ എന്ന് പറയുന്ന ഷെയർ. ഓയിൽ ഇന്ത്യ ഈ പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് വരെ വന്നിട്ട് ഇവിടെ എൻട്രി എടുത്താൽ ഇവിടെ നോർമൽ ഞാൻ പറയുന്ന രീതിയിൽ ഇതിൻ്റെ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ എടുത്താൽ മതി. പക്ഷേ നമുക്ക് ഷെയറിൻ്റെ മൂവ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ റേഞ്ചിലൊക്കെ എടുക്കാൻ പറ്റും. അതൊക്കെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഈ 638 അല്ലെങ്കിൽ 37 റേഞ്ചിലൊക്കെ എടുത്താൽ നമുക്കിതിൻ്റെ മുകളിലോട്ടൊരു 640 മുകളിലോട്ടൊരു സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി. അവിടുന്ന് 618 വരെ വന്നിട്ടുണ്ട്. 10-20 രൂപ താഴെ പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് റിക്കോട്ടോയുടെ ആവറേജ് 135 ആയിരുന്നു. അത് 139 സംതിങ് വരെ പോയി. നമ്മൾ 135 ആ റേഞ്ചിൽ എൻട്രി എടുക്കാൻ പറ്റുന്ന 35 എടുത്താൽ നമുക്ക് 129-80, അതായത് 5.5 രൂപ 6 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. അപ്പോൾ ഇത്രയുള്ളായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ട്രേഡിങ്ങിൽ നമുക്ക് ഇന്നത്തെ ദിവസം ട്രേഡിങ് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ നാളത്തെ ഞാൻ ഈ പറഞ്ഞ ഷെയറുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത് ലെവലുകൾ വരുമ്പോൾ മാത്രം എൻട്രി എടുക്കുക, അല്ലാതെ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോകുന്ന കാണുമ്പോൾ അതിൻ്റെ പുറകെ പോയി എൻട്രി എടുക്കരുത്. നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ മാത്രം എൻട്രി എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ. നാളത്തെ ദിവസം ആശംസിക്കുന്നു. ബൈ.